നമസ്കാരം. BB7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലത്തെ ലൈവിൽ കാണിക്കുന്നത് അനിമോൾ, ആദില, നൂറ എന്നിവർ സംസാരിക്കുന്നുണ്ട്. ഇവർ ആദ്യം മേക്കപ്പ് റൂമിൽ ഇരുന്നാണ് സംസാരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ ബെഡ്റൂമിലേക്ക് പോകുന്നുണ്ട്. അനിമോൾക്ക് സുഖമില്ലെന്നാണ് പറയുന്നത്, വയറുവേദനയാണ്. അപ്പോൾ ഇവർ മൂന്നുപേരും ഒരുമിച്ചിരുന്ന് ഒരു ബെഡിൽ നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ബെഡിലാണല്ലോ നെവിന്റെ ബെഡ്. അപ്പോൾ നെവിൻ അവിടെ ഇരുന്ന് മേക്കപ്പ് ചെയ്യാണ്. അപ്പോൾ ഇരുന്ന് മേക്കപ്പ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി കിടക്കാൻ തുടങ്ങി, കിടന്ന് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അനിമോൾ ആദ്യം ആ വിഷയത്തിലാണ് പറയുന്നത്, നമ്മൾ കിടന്ന് മേക്കപ്പ് ചെയ്യാൻ പാടില്ല ഒരിക്കലും. അപ്പോൾ ആദില ചോദിക്കുന്നുണ്ട്, അതെന്താ, അതിന് പിന്നിലുള്ള ശാസ്ത്രം പറ, അങ്ങനെ ശാസ്ത്രമുണ്ട്, എന്താ കാര്യം ചോദിക്കുമ്പോൾ അനിമോൾ പറയുന്നുണ്ട്, നമ്മൾ മേക്കപ്പിനെ റെസ്പെക്ട് ചെയ്യണം, നമുക്ക് കൈയും കാലും ഒക്കെ ഉള്ളവരല്ലേ, നമുക്ക് ആവതുള്ളവരല്ലേ, അപ്പം നമ്മൾ ഇരുന്ന് തന്നെ മേക്കപ്പ് ചെയ്യണം, ഒരിക്കലും മേക്കപ്പിനെ ഡിസ്റെസ്പെക്ട് ചെയ്യാൻ പാടില്ല. പുള്ളിക്കാരി ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് പറയുന്നതാണ്, എല്ലാവരും ടോട്ടൽ എടുക്കണം എന്നില്ല. ഓക്കെ, അവരെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ പറയുകയാണ്, ആരാണ് നമ്മുടെ ആദില ജിസേലിനെ പറ്റി പറയുന്നുണ്ട്. ജിസേലിന് എടുക്കുന്ന കുറച്ച് പ്രിവിലേജസിനെ പറ്റി പറയുന്നുണ്ട്. ഡ്രസ്സൊക്കെ നമ്മുടെ ഡ്രസ്സിംഗ് റൂമിൽ ഇപ്പോൾ കുളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വാഷ് ചെയ്ത ക്ലോത്ത്സ് അവർ എന്ത് ചെയ്യും, വാഷ്റൂമിൽ തന്നെ ബക്കറ്റിൽ വെച്ചിട്ടുണ്ടാവും. പിന്നെ അവർ ഡ്രസ്സിംഗ് റൂമിൽ കയറുകയാണെങ്കിൽ തുണികൾ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ എന്ത് എന്ന് വെച്ചാൽ അവിടെ ഒരു ചെറിയൊരു സ്പേസ് പോലും വിടാതെ അവർ ഹാങ് ചെയ്തിട്ട് അവരത് ഓർക്കാണ്ട് പോകുന്നതാണോ മനപ്പൂർവ്വം ഇട്ടിട്ട് പോകുന്നതെന്നല്ല, അവരങ്ങ് പോകും. എത്ര പറഞ്ഞാലും അവരത് മാറ്റി കൊടുക്കാനോ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ക്യാമറ സൂം ചെയ്തിട്ട് ഗാർഡൻ ഏരിയയിലെ സോഫ, മാരുതി കോർണറിലെ സോഫ കാണിക്കുന്നുണ്ട്. സോഫയിൽ നിറയെ ഡ്രസ്സസ് ആണ്, അതായത് ഇന്നർ ഉണ്ട്, ബാക്കി ഡ്രസ്സസ് ഉണ്ട്, എല്ലാം വാരി വലിച്ചിട്ട്. ഇവർക്കറിയാം എല്ലായിടവും ക്യാമറ ഉള്ളതാണ്. പക്ഷെ എന്നാൽ നമ്മൾ ഡ്രസ്സൊക്കെ വിരിച്ചിരിക്കുന്നിടത്ത് മെയിൻ വിരിക്കാൻ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ അത്രത്തോളം ഫോക്കസ് ചെയ്ത് കാണിക്കില്ല. ഇത് ഇന്നർ സഹിതം എല്ലാം നല്ല വൃത്തിക്ക് വിരിച്ചിട്ടിരിക്കുകയാണ് ഇവരെല്ലാവരും. ആരാണെന്ന് അറിയില്ല, അവിടെ വിരിച്ചിട്ട് ആരാണെന്ന് അറിയില്ല. ഇവർ ഡ്രസ്സിംഗ് റൂമിൽ വിരിച്ചിട്ടിരിക്കുന്ന കാര്യത്തെ പറ്റിയാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദില പറയുന്നുണ്ട്, തമ്പുരാട്ടിക്ക് എന്തു ആവാം, തമ്പുരാട്ടി എന്ത് പറഞ്ഞാലും കേൾക്കില്ല. അപ്പോൾ ഈ തമ്പുരാട്ടി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ നെവിൻ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, ആരെ പറ്റിയാണ് പറയുന്നതെന്ന്. അപ്പോൾ അനിമോൾ പതുക്കെ പറ എന്ന് പറയുന്നുണ്ട്. അപ്പം ആദില എല്ലാം നേരെ ഇപ്പോൾ എടുത്തടിച്ചാണല്ലോ മറുപടി പറയുന്നത്. അപ്പോൾ ആദില പറയുന്നുണ്ട്, വെട്ടെന്ന് മുറിരണ്ടെന്നാണ് ആദിലയുടെ പക്ഷം. അപ്പോൾ ആദില പറയുന്നുണ്ട്, ജിസേലിനെ പറ്റിയാണ് പറയുന്നത്. ജിസേൽ ആ ഡ്രസ്സിംഗ് റൂമിൽ കയറാൻ നിവർത്തിയില്ല, എല്ലാ ഡ്രസ്സസും ഇന്നേഴ്സ് സഹിതം എല്ലാം അവിടെ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ് എന്ന് പറയണേ. എത്ര പറഞ്ഞാലും കേൾക്കില്ല, അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രിവിലേജസ് എല്ലാം എടുക്കുകയാണ് എന്നുള്ള രീതി പറയുന്നുണ്ട്. അപ്പൊ നെവിനും അത് ശരി വെക്കുന്നുണ്ട്. അതെ. അപ്പൊ അനിമോൾ ഇങ്ങനെ പതുക്കെ പറയുന്നുണ്ട്, അവനോട് പറയണ്ട എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. എന്നിട്ട് കുറച്ച് അനിമോൾ തന്നെ ചോദിക്കുന്നുണ്ട് നെവിനോട്, നീ ഇപ്പൊ എന്താ ഇപ്പൊ ജിസേലിനെ കുറ്റം പറഞ്ഞു, ഇത്രയും നാൾ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നെവിൻ പറയണ, അത് ഇത്രയും നാൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി, ഇത്രയും നാൾ എനിക്ക് ജിസേലിൽ നിന്ന് ബാഡ് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് ഞാൻ ജിസേലിനെ കുറ്റം പറയുന്നു എന്നുള്ള രീതിയിൽ നെവിൻ പറയുന്നു. അപ്പോൾ ആദിലയ്ക്കും ന്യൂറയ്ക്കും ഈ സംഭവം അറിയില്ല എന്ന് തോന്നുന്നു. ആദില ന്യൂറ എന്താന്ന് ചോദിക്കുമ്പോൾ അനിമോൾ പറയുന്നുണ്ട്, ഐഡിയ അതൊന്നുമില്ല, ഇവൻ ഒരിക്കൽ ചപ്പാത്തി കഴിക്കാൻ കയറി, അപ്പോൾ അതിന് പുറകെ ജിസേൽ കയറി തക്കാളി എടുത്തപ്പോൾ എല്ലാവരും കൂടി തടഞ്ഞു. ഇപ്പൊ ജിസേൽ പറഞ്ഞു, നെവിന് ചപ്പാത്തി എടുക്കാമല്ലോ, പിന്നെ എനിക്ക് എന്താ തക്കാളി എടുത്താൽ, ഞാൻ ഒരു തക്കാളിയല്ലേ എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. എല്ലാവർക്കും പല നിയമം എന്തിനാണെന്ന് ജിസേൽ അവിടെ ക്വസ്റ്റ്യൻ ചെയ്തു. അത് നെവിൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇവർ ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ടാണ് നെവിൻ കണക്കാക്കുന്ന ജിസേലിനെ. ജിസേലും പുറമേ കാണിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ജിസേൽ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് നെവിന് വളരെയധികം ഫീൽ ചെയ്തു. അപ്പോൾ അതാണ് നെവിൻ ചൂണ്ടിക്കാണുന്നത്. അപ്പോൾ അന്ന് മുതൽ നെവിന് ജിസേലിന്റെ ആശയങ്ങളോടൊക്കെ എതിർപ്പുണ്ടായി. ജിസേൽ എടുക്കുന്ന പ്രിവിലേജസ് എല്ലാം നെവിന്റെ കൺമുന്നിൽ പെടാൻ തുടങ്ങി. പുള്ളി അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി, പറയാൻ തുടങ്ങി. അപ്പോൾ അതാണ് ഇവർ പറയുന്നത്, ഇത്രയും കാലം എന്റെ നേരെ വരാത്തത് കൊണ്ട് ഞാൻ അതിനെ കൗണ്ടർ ചെയ്തില്ല, ഇപ്പോൾ അത് എന്റെ നേരെ വരുന്നത് കൊണ്ട് ഞാൻ കൗണ്ടർ ചെയ്യുന്നു എന്നുള്ളതാണ് നെവിൻ പറയുന്നത്.